ഈ ഒരു സെക്ഷനിൽ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി നമ്മൾ പറയുന്നത്. നമ്മൾ ഓപ്പറേറ്റേഴ്സിന്റെ പൈത്തണിൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയുള്ള സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് എ ഈക്വൽ ടു ഇപ്പോൾ 3 എന്ന് കൊടുത്തു. ദെൻ നമുക്ക് ഈ ഒരു എയുടെ ഒപ്പം നമുക്ക് ഒരു 2 വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് എയ്ക്കകത്ത് തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് എയ്ക്കകത്ത് തന്നെ സ്റ്റോർ ആവും. അതായത് എയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. 3 + 2 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 5 ആയിരിക്കും എയ്ക്കകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എയുടെ ഒപ്പം എ പ്ലസ് ഈക്വൽ ടു 2 എത്ര വാല്യൂ ആണോ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ്. എയുടെ വാല്യൂ എത്രയാണോ 3 ആയിരുന്നു. 3 + 2 5. ആ 5 വാല്യൂ ആയിരിക്കും എയിലേക്ക് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെയാണ് അസൈൻ വാല്യൂസ് അല്ലെങ്കിൽ അസൈൻമെന്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ വരുന്നുണ്ട്. അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു, അതുപോലെ തന്നെ ഡിവിഷൻ ഈക്വൽ ടു, ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു, അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്ന അതെല്ലാം ഈക്വൽ ടുവിൻ്റെ ഒപ്പം അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ മോഡുലർ ഈക്വൽ ടു, ദെൻ പവർ ഈക്വൽ ടു. അപ്പം ഇങ്ങനെ എല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. അങ്ങനെയുള്ളതിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എയ്ക്ക് എ ഈക്വൽ ടു ഞാൻ 3 എന്ന് വാല്യൂ കൊടുത്തു. ദെൻ എ പ്ലസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് എ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കിട്ടുന്ന 5 ആയിരിക്കും. അപ്പോൾ 3 + 2 5 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 8 ആണ്. ഇവിടെ പ്ലസിന് പകരം മൈനസ് കൊടുക്കുകയാണെങ്കിൽ വാല്യൂ -2 ആണ്. ഇവിടെ മൈനസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വേരിയബിളിലുള്ള വാല്യൂവിൻ്റെ ഒപ്പം മറ്റൊരു നമ്പർ ഓഫ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക് എടുക്കണം. ബൈ ബൈ.